ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ എന്താണ് ബാങ്ക് എന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ബാങ്കിങ് കമ്പനീസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ആ പറഞ്ഞതൊന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഈ ചാപ്റ്റർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് മേ ബി എടുത്തിട്ടുണ്ടായിരിക്കില്ല, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതിനനുസരിച്ച് തന്നെ ടഫുമാണ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, എനിവേ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ബാങ്കിങ് കമ്പനീസ് അതിൻ്റെ ഫോർമാറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എൻ്റെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ ഷെഡ്യൂൾസും നമ്മൾ പറഞ്ഞു ഏതൊക്കെ ഐറ്റംസാണ് വരുന്നതെന്നുള്ളതും. നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനി അത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഒരു ബാങ്കിങ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, പ്രിപ്പയർ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദി സൗത്തേൺ ബാങ്ക് ലിമിറ്റഡ് ഫോർ ദി ഇയർ എൻഡിങ് 31/3/2020 ഫ്രം ദി ഫോളോയിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാക്കി. ലൈക്ക് ഇതുണ്ടായിരിക്കില്ല, ഇതും തരും. അപ്പോൾ ഇതിൽ നമ്മൾ ഏതാണ് ഓരോ ഷെഡ്യൂളിന് എന്ത് ചെയ്യണം, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഓരോ ഷെഡ്യൂൾസ് ആദ്യം ഉണ്ടാക്കണം. ഇതുപോലത്തെ ഓരോ ഷെഡ്യൂൾസ് ആദ്യം ഉണ്ടാക്കണം. ഇതുവരെയുള്ള ഓരോ ഷെഡ്യൂൾസ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് അതിന് മുന്നേ ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതാക്കിയിട്ട് ഇതിനനുസരിച്ച് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം. ഓക്കെ, ആദ്യം ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, എനിവേ നമുക്ക് എന്ത് നോക്കാം. ആദ്യം അതിന് മുന്നേ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലാദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസിൻ്റെ കേസിൽ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻകം ആയിരുന്നു. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞത്, എക്സ്പെൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻകത്തിൻ്റെ കേസിൽ ആദ്യം പറഞ്ഞതായിരുന്നു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്, ഒരു ബാങ്കിന് പലിശ വഴി കിട്ടുന്ന ഇൻകങ്ങൾ, അതായത് ബാങ്കിലോട്ട് ആരൊക്കെയാണോ പലിശ അടയ്ക്കുന്നത്, എന്തിനൊക്കെയാണോ പലിശ അടയ്ക്കുന്നത്, അപ്പോൾ അതുവഴി ബാങ്കിന് കിട്ടുന്ന ഇൻകമാണ് ഷെഡ്യൂൾ നമ്പർ 13 ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. പിന്നെ അതർ ഇൻകം എന്ന് പറയുമ്പോൾ കമ്മീഷൻ, ബ്രോക്കറേജ്, റെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ പ്രിൻറ്റ്, സ്റ്റേഷനറി, അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് ഉണ്ടാകും. അതാണ് എന്ത് പറയുന്നത്, അതർ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇൻകന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഷെഡ്യൂൾ നമ്പർ 13 ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ ഐറ്റംസ് ഏതൊക്കെയായിരുന്നു, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ലോണ്, സൺട്രി ചാർജസ്, റെൻറ്റ് ആൻഡ് ടാക്സസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ്, ഓഡിറ്റേഴ്സ് ഫീ, ഡയറക്ടേഴ്സ് ഫീ, ബാഡ് ഡെപ്റ്റ് ടു ബി റിട്ടേൺ ഓഫ്. ഓക്കെ, ഇത്രയും ഐറ്റംസാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ആണ്. ഈ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഡെപ്പോസിറ്റിന് നമ്മൾ കൊടുത്ത ഇൻട്രസ്റ്റ് ആണ്. അതൊരിക്കലും ഇൻകം അല്ലല്ലോ, കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയതാണ്. ഓക്കെ, ഡെപ്പോസിറ്റിന് കൊടുത്ത ഇൻട്രസ്റ്റ്, അതായത് ഞാൻ ഒരു 5 ലക്ഷം രൂപ സൗത്തേൺ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവരെനിക്ക് തരുന്ന പലിശ. അപ്പോൾ ആ പലിശ എന്ന് പറയുന്നത് അവർക്ക് എന്താണ്, അത് അവരുടെ ഒരു എക്സ്പെൻസാണ്. സോ ഇതെന്തല്ല, ഇൻട്രസ്റ്റ് ഏൺ ചെയ്തതല്ല. പിന്നെ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അതും എന്താണ്, ഇതും ഒരു ഇതെന്താണ്, ഇത് അതർ ഇൻകത്തിൻ്റെ കേസ്. നമുക്ക് വേണ്ടത് ഇൻട്രസ്റ്റ് ഏണ്ടല്ലേ. സോ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുമ്പോൾ ലോണിന് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്, അതാണ് ഈ ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുമ്പോൾ ലോണിന് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്. അപ്പോൾ അത് ഏതിലാണ് വരുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾ നമ്പർ 30 ഇൻട്രസ്റ്റ് ഓൺ ടേം ലോൺ, ക്യാഷ് ക്രെഡിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് ഡിസ്കൗണ്ട്, ഇൻകം ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ഇൻ ബാലൻസ് വിത്ത് RBI, ഇനി അതർ ഇൻട്രസ്റ്റ് ഇൻകം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുമ്പോൾ ബാങ്ക് ലോൺ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ബാങ്കിന് കിട്ടിയത് പൈസ, ആ ലോണിൻ്റെ പകരമായി ലോണിന് നമ്മൾ എന്തായാലും എന്തടയ്ക്കണം, പലിശ ബാങ്കിന് അടയ്ക്കണം. അപ്പോൾ ആ പലിശയാണ് പറയുന്നത് എത്ര, 24,90,000 വരും. ഓക്കെ, ഫസ്റ്റത്തെ ഷെഡ്യൂൾ നമ്പറാണ് ഏത് പറയുന്നത്, ഷെഡ്യൂൾ നമ്പർ 13 ഇൻട്രസ്റ്റ് ഏണ്ട് ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക,
ഒരു ഇത് ഷെഡ്യൂൾ നമ്പർ 13 ഇൻട്രസ്റ്റ് ഉണ്ട് എന്നിട്ടൊരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് കോളം വരയ്ക്കുക, പെർട്ടിക്കുലറും കറൻറ്റ് ഇയർ പ്രീവിയസ് ഇയർ. ഇങ്ങനെയാണ് കേട്ടോ ഷെഡ്യൂൾ നമ്പറിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ, കറൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ. അപ്പോൾ നമുക്ക് ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ലോൺ 24,90,000 എഴുതാം. അപ്പോൾ ആദ്യം ഇങ്ങനെ എഴുതാൻ പറ്റില്ലെങ്കിൽ ആദ്യം ജസ്റ്റ് ക്വസ്റ്റ്യനിലൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാലും മതി. അതിന് ആദ്യം ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ഷെഡ്യൂളിലും ഏതൊക്കെ ഐറ്റംസാണ് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ നോട്ട്സ് ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ. അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ നമ്പർ ഇട്ട് വെക്കുകയാണ് മോർ ഈസി. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. പിന്നെ നമുക്ക് ഏതൊക്കെ വഴിയാണ് ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടുന്നതെന്ന് നോക്കാം. സോ സൺട്രി ചാർജസ്, റെൻറ്റ് പേ, എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇതൊക്കെ എക്സ്പെൻസ് ആണ്. പിന്നെ ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുമ്പോൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ എമൗണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണ്? ബാങ്കിന് കിട്ടിയ എമൗണ്ടാണ് അത് 13 ഷെഡ്യൂൾ നമ്പർ 13. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അധിക എമൗണ്ട് എന്ത് ചെയ്യുക? വിഡ്രോ ചെയ്യുക. അപ്പോൾ വിഡ്രോ അങ്ങനെ അധിക എമൗണ്ട് ഞാനിപ്പോൾ സൗത്തേൺ ബാങ്കിൽ നിന്ന് അധിക എമൗണ്ട് വിഡ്രോ ചെയ്താൽ ഓഫ് കോഴ്സ് ഞാൻ അവർക്ക് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. അതാണത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഷെഡ്യൂൾ നമ്പർ 13. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ്, ക്യാഷ് കടമായിട്ട് കൊടുത്തതിനുള്ള ഇൻട്രസ്റ്റ് കിട്ടിയത്, അപ്പോൾ അതും ഷെഡ്യൂൾ നമ്പർ 13. പിന്നെ ഓഡിറ്റേഴ്സ് ഫീ, ഡയറക്ടേഴ്സ് ഫീ, ബാഡ് ഡെപ്റ്റ് ടു ബി റിട്ടേൺ ഓഫ്. ഇത് രണ്ടും എന്താണ്? എക്സ്പെൻസ് ആണ്. ഇത് പിന്നെ പ്രൊവിഷനാണ്. സോ ഷെഡ്യൂൾ നമ്പർ 13 ഏതൊക്കെയാണ് വരുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ലോണും, പിന്നെ ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ്. ഓക്കെ, ഇത്ര ഐറ്റംസ് ആണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത്രയും ഐറ്റംസ് ഇവിടെ എടുത്ത് എഴുതുക. എന്താ പെർട്ടിക്കുലർലി ഇത്രയും 4 ഐറ്റംസ് എഴുതി അതിൻ്റെ എമൗണ്ട് എഴുതി അത് ടോട്ടൽ ചെയ്യുക. പ്രീവിയസ് ഇയർ ഉണ്ടെങ്കിൽ അതും എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 79 ലക്ഷം കിട്ടി. 79 ലക്ഷം നമുക്ക് കിട്ടി. പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഏതാ? അടുത്തത് നോക്കുക, അതർ ഇൻകം. ഇൻട്രസ്റ്റ് ഉണ്ട്, ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇൻകത്തിൻ്റെ കേസ് തന്നെ അതർ ഇൻകം ആണ്, ഷെഡ്യൂൾ നമ്പർ 40. അതർ ഇൻകം എന്ന് പറയുമ്പോൾ വേറെ ഏതൊക്കെ വഴിയാണ് ബാങ്കിന് ഇൻകം കിട്ടിയിട്ടുണ്ടായിരിക്കുക, അതാണത് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നതാണ് കമ്മീഷൻ ക്രെഡിറ്റ് എന്ന് നമ്മളിവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? കാണിച്ചിട്ടുണ്ട്. കമ്മീഷൻ ക്രെഡിറ്റ് എന്ന് കാണിച്ചാൽ എന്താണത്? കമ്മീഷൻ ക്രെഡിറ്റ് എന്ന് കാണിച്ചാൽ അത് ബാങ്കിന് കിട്ടിയതാണ്. ഡെബിറ്റ് എന്ന് കാണിച്ചാലോ ഡെപ്റ്റർ എന്നാണോ അത് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ബാങ്കിൽ നിന്നും പോയതാണ്. ഓക്കെ, കമ്മീഷൻ ബാങ്കിൽ നിന്നും പോയത്. ക്രെഡിറ്റ് എന്ന് CR എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് എന്ന് കാണിച്ചാൽ അത് ബാങ്കിന് കിട്ടിയതാണ്. ഇവിടെ CR ബ്രാക്കറ്റിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് കമ്മീഷൻ ക്രെഡിറ്റ്. അപ്പോൾ അതെന്താണ്? ബാങ്കിന് കിട്ടിയതാണ്. പിന്നെ ഇവിടെ വേറെ ബ്രോക്കറേജ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഈ ഷെഡ്യൂൾ നമ്പർ 40 പറയുന്ന വേറെ ഐറ്റംസ് നോട്ട്സ് ഞാൻ ഇതാ നിങ്ങളുടെ കാണിച്ചു തരാം. ഓക്കെ, ഷെഡ്യൂൾ നമ്പർ 14 ഇതാ. കമ്മീഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ ഓഫ് അസറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രാൻസ്ഫർ ഫീസ് ആൻഡ് രജിസ്ട്രേഷൻ, ലോക്കർ റെൻറ്റ്, ഡിവിഡൻറ്റ്, മിസ്ലേനിയസ് ഇൻകം. അപ്പോൾ ഈ പറഞ്ഞ ഐറ്റംസ് ഒന്നും ഇതിലില്ല. ഇതിലാകെയുള്ള ഇൻകം എന്ന് പറയുന്നത് എന്താണ്? കമ്മീഷൻ മാത്രമാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? ഷെഡ്യൂൾ നമ്പർ 14 അതർ ഇൻകം, പെർട്ടിക്കുലർ, കറൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ, കമ്മീഷൻ 1 lakh. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്തു? വരച്ചു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് എന്താ നോക്കാനുള്ളത്? ഫോർമാറ്റിൽ അത് രണ്ടും എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്ത് ഇവിടെ പ്രോഫിറ്റ് ഓൺ ലോസ് അക്കൗണ്ട് ഓഫ് ദി ഇയർ എൻഡഡ് 31/3/2020 ഹെഡിങ് കൊടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുകയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ആദ്യം പെർട്ടിക്കുലർ, പിന്നെ ഷെഡ്യൂൾ നമ്പർ. ഓക്കെ, ഷെഡ്യൂൾ നമ്പർ വരയ്ക്കാൻ മറന്നു വരുന്നത് നിർബന്ധമായിട്ടുള്ളതാണ്. ഷെഡ്യൂൾ നമ്പർ, കറൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ. ഓക്കെ, പ്രീവിയസ് ഇയറിൽ എന്ത് തന്നിട്ടില്ല? എമൗണ്ട് ഒന്നും തന്നിട്ടില്ല. സോ ഇത് ബ്ലാങ്ക് ആയിട്ട് തന്നെ കിടന്നോട്ടെ. അപ്പോൾ കറൻറ്റ് ഇയറിലാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം മെയിൻ ഹെഡിങ് ഇൻകം ആണ്. അപ്പോൾ ഇൻകത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇൻട്രസ്റ്റ് ഏൺഡും അതർ ഇൻകം. ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾ നമ്പർ 13, അതർ ഇൻകം എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾ നമ്പർ 14. അപ്പോൾ ഇതിൽ വന്ന ഐറ്റംസ് എന്ന് പറയുന്നത് എമൗണ്ട് എന്ന് പറയുന്നത് 79 ലക്ഷം 1 lakh. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിങ്ങോട്ട് എടുത്തെഴുതണം. എന്നിട്ട് 80 ലക്ഷം രൂപ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതണം. ഇതൊന്നും എഴുതാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ഷെഡ്യൂൾ നമ്പറൊക്കെ നിർബന്ധമായിട്ട് എഴുതേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഓക്കെ. അപ്പോൾ ഇതാണെന്ത്? ഈ ഇൻകത്തിനെയാണ് നമ്മൾ A ആയിട്ട് കാൽക്കുലേറ്റ്. അപ്പോൾ ടോട്ടൽ A എന്ന് പറയുന്നത് എന്താണ്? 80 ലക്ഷം. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ ബി എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ആണ് വരുന്നത്. അപ്പോൾ എക്സ്പെൻസിൽ ആദ്യം വരുന്ന ഐറ്റാണ് ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ്. അതായത് നമ്മുടെ കയ്യിൽ നിന്നും, അതായത് ഇപ്പോൾ ഞാൻ ബാങ്കാണെന്ന് വിചാരിച്ചാൽ, ഇപ്പം ഞാൻ ബാങ്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഞാൻ ബാങ്കാണെങ്കിൽ എനിക്ക് കിട്ടിയ
പലിശ വഴി എനിക്ക് കിട്ടിയ എമൗണ്ട്, അതാണ് ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് എത്ര രൂപയാണോ എനിക്ക് ചിലവായിട്ടുള്ളത് അതാണ് ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ് എന്ന് പറയുമ്പോൾ. അതായത് ഇപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് സിറ്റുവേഷനാണ് ഡെപ്പോസിറ്റ്, അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് ഓഫ് കോഴ്സ് എന്ത് കൊടുക്കണം, പലിശ കൊടുക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും RBI എന്നുമായിട്ട് എന്തെങ്കിലും അവിടെ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷെഡ്യൂൾ നമ്പർ 15 ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ് എന്ന് പറയുമ്പോൾ അതാ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ സേവിംഗ് ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ് ടേം RBI ആൻഡ് അതർ ബാങ്ക്സ്, ഇൻട്രസ്റ്റ് ഓൺ എനി അതർ ഡെപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളവിടെ ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഷെഡ്യൂൾ നമ്പർ 15. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഡെപ്പോസിറ്റിന് നമ്മൾ കൊടുത്ത എന്ത് ഇൻട്രസ്റ്റ്, അതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്, 32 lakh. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വേറെ ഐറ്റംസ് ഒന്നും ഇവിടെ പറയുന്നില്ലല്ലോ, വേറെ ഐറ്റംസ് ഒന്നുമില്ല. സോ നമ്മൾ എന്ത് എഴുതുക, ഇത് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് എന്ന് ഷെഡ്യൂൾ നമ്പർ 15 ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ് പെർട്ടിക്കുലർ കറൻറ്റ് ഇയർ പ്രീവിയസ് ഇയർ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് 32 lakh. വേറെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടോട്ടൽ ചെയ്ത് എഴുതുക. എന്നിട്ട് അത് എടുത്തെങ്ങണ്ട് എഴുതുക ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഷെഡ്യൂൾ നമ്പർ 50 ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ് ഷെഡ്യൂൾ നമ്പർ 15 32 lakh. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് എന്ത് ഓപ്പറേറ്റീവ് എക്സ്പെൻസസ്. ഓപ്പറേറ്റീവ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഒരു ബാങ്കിന് വരുന്ന ഡേ ടു ഡേ എക്സ്പെൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഇത് ആദ്യം ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ഒക്കെ നമ്മൾ എഴുതി. പിന്നെ സൺട്രി ചാർജസ്. ഓക്കെ, സൺട്രി ചാർജസ് എന്താണ്, ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണെന്നാണ് പറയുന്നത്. പിന്നെ റെൻറ്റ് ആൻഡ് ടാക്സസ്, അതായത് റെൻറ്റ് അടക്കേണ്ടി വരും ബിൽഡിങ്ങിനൊക്കെ, അതുപോലെ തന്നെ ടാക്സ് അടക്കേണ്ടി വരും, അതാണ് റെൻറ്റ് ആൻഡ് ടാക്സസ്. പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതുപോലെ തന്നെ ഓഡിറ്റേഴ്സ് ഫീ, ഡയറക്ടേഴ്സ് ഫീ ഒക്കെ എന്താണ് എക്സ്പെൻസ് ആണ്. സോ നമ്മളതൊക്കെ ഓപ്പറേറ്റീവ് എക്സ്പെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. എന്താ സൺട്രി ചാർജസ്, റെൻറ്റ് ആൻഡ് ടാക്സസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഓഡിറ്റേഴ്സ് ഫീ, ഡയറക്ടേഴ്സ് ഫീ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇതെല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ 8,51,000 രൂപ ഓപ്പറേറ്റീവ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കിട്ടി. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതാ ഓപ്പറേറ്റീവ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ഷെഡ്യൂൾ നമ്പർ 16 8,51,000. ഓക്കെ, 51,000. ഇനി പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസ്, അതായത് ഈ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസ് എന്ന് പറഞ്ഞാൽ ബാഡ് ഡെപ്റ്റ് ആട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ബാഡ് ഡെപ്റ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 3 lakh ആണ് ബാഡ് ഡെപ്റ്റ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഈ 3 lakh ബാഡ് ഡെപ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. ഈ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ അത് ബാഡ് ഡെപ്റ്റ് ആണ്. ബാഡ് ഡെപ്റ്റ് എന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. സോ നമ്മൾ അതെന്ത് ചെയ്യുക, ഇത് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. എന്നിട്ട് ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ B = 43,51,000 നമുക്ക് കിട്ടും. ഓക്കെ, ഇനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കണം. പ്രോഫിറ്റ് ഓർ ലോസ്, നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂറിങ് ദി ഇയർ, A എന്ന് B മൈനസ് ചെയ്യുക. അതായത് ഇൻകത്തിൽ നിന്നും എക്സ്പെൻസ് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 36,49,000 കിട്ടും. സോ ഇതെന്താണ്, പ്രോഫിറ്റ് ആണ്. അതായത് 8 ലക്ഷത്തിൽ നിന്നും 43,51,000 എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് 36,49,000 കിട്ടും. ഇതെന്താ പറയുന്നത്, ഇത് പ്രോഫിറ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് എടുത്ത് എഴുതണം. പ്രോഫിറ്റ് ഓർ ലോസ് ബ്രോഡ് ഫോർവേഡ്, അതായത് പഴയ വർഷത്തെ, അതായത് തൊട്ട് മുന്നേയുള്ള വർഷങ്ങളിലെ പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് എടുത്ത് എഴുതണം. ഇവിടെ പ്രോഫിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. സോ നമ്മളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ലൈൻ ഇട്ട് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഐറ്റവും കൂടെ ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ ഐറ്റം ഇല്ലല്ലോ. സോ 36,49,000 നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്രോപ്രിയേഷൻ്റെ കേസിൽ ബാങ്കിങ് കമ്പനീസിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ 25% ഓഫ് കോഴ്സ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ക്വസ്റ്റ്യനിൽ മേ ബി പറഞ്ഞിരിക്കാം, മേ ബി പറഞ്ഞിട്ടില്ലായിരിക്കാം. എനിവേ എന്ത് കേസാണെങ്കിലും 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അക്കൗണ്ടിലോട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഞാനത് ഫോർമാറ്റിൻ്റെ കേസ് പറഞ്ഞപ്പോൾ അതിൽ എഴുതാൻ വിട്ടുപോയിരുന്നു. പക്ഷെ ഞാനത് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് തന്ന നോട്ട്സിൽ അതില്ല. ഓക്കെ, എനിവേ ഇതാണ് അപ്രോപ്രിയേറ്റ് ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അക്കൗണ്ട് 25%, പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു അതർ റിസർവ്. അപ്പോൾ നമ്മുടെ ഈ 36,49,000 നിന്നും അതിൻ്റെ 25% നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അക്കൗണ്ട് അപ്രോപ്രിയേറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം കേട്ടോ. അപ്രോപ്രിയേറ്റ് ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഇവിടെ
സ്റ്റാറ്റ്യൂട്ടറി റിസർവ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു അതർ റിസർവ് ഈ 36,49,000 കാണും. ഇനി അതല്ല, ഇൻ കേസ് ഇവിടെ ഇത് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. എങ്ങനെ, നമുക്ക് പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ടോട്ടൽ പ്രോഫിറ്റ് എടുത്ത് ഇവിടെ എഴുതും. ഓക്കെ, എന്ന് വിചാരിച്ചിട്ട് ഈ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 25% അല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റാറ്റ്യൂട്ടറി റിസർവിക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. കറൻറ്റ് ഇയറിലെ പ്രോഫിറ്റിൻ്റെ 25% ആണ് കേട്ടോ. ശ്രദ്ധിക്കണേ, ഇതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യരുത്, ആഡ് ആക്കരുത്. ഓക്കെ, അപ്പോൾ 36,49,000 25% എന്ന് പറയുന്നത് 9,12,250 രൂപയാണ്. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ എമൗണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു എമൗണ്ട് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ, ട്രാൻസ്ഫർ ടു ബാലൻസ് ഷീറ്റ്. അതായത് 36,49,000 9,12,250 മൈനസ് ചെയ്താൽ 27,36,750 കിട്ടും. നമ്മൾ ഈ എമൗണ്ട് എടുത്ത് കണ്ട് ചെയ്തു. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ ബാങ്കിങ് കമ്പനീസ് എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. പ്രത്യേകിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്കിതിൽ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലാണ്ട് നമുക്ക് വേറെ ഏതോ ഒന്നുകൂടെ ഉണ്ട്, അത് നോക്കാം. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ഷീറ്റ് ഓഫ് എ ബാങ്കിങ് കമ്പനി ഉണ്ട്. അതും ഇതുപോലെ തന്നെ ഒരുപാട് ഷെഡ്യൂൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് ഇതിൽ തന്നെ ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പ്രോബ്ലം ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എടുത്തു നോക്കി പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാണ്ട് പോകരുത് കേട്ടോ. നിങ്ങൾ വീഡിയോ പൗസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, എന്നിട്ട് നിങ്ങൾ ചെയ്തു നോക്കണേ. ജസ്റ്റ് വീഡിയോ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. ഓക്കെ, എനിവേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫ്രം ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ഫെഡറൽ ബാങ്ക് ഫോർ ദി ഇയർ എൻഡിംഗ് 31/3/2020 യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് വളരെ ഈസിയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ജസ്റ്റ് ഫോർമാറ്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ആ ഒരു ഫോർമാറ്റും പഠിക്കുക, അതിലത്തെ ഷെഡ്യൂൾസ് നമ്പേഴ്സും പഠിക്കുക, ഷെഡ്യൂൾസിൽ എന്തൊക്കെ ഐറ്റംസാണ് വരുന്നതെന്നും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ തന്ന ഐറ്റംസ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഏത് ഷെഡ്യൂൾസാണ് വരുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി അതൊരു എക്സ്പെൻസ് ആണ്. ഓക്കെ, ആക്ച്വലി എന്താണ്, അതൊരു എക്സ്പെൻസ് ആണ്. അതായത് കസ്റ്റമേഴ്സ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബാങ്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, അതാണ് എന്ത് പറയുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. അപ്പോൾ ആക്ച്വലി അത് എന്താണ്, അതൊരു എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾ നമ്പർ 15. ഓക്കെ, അതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. പിന്നെ കമ്മീഷൻ CR എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ്. കമ്മീഷൻ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താ, അതൊരു ഇൻകം ആണ്, ഡെബിറ്റാണ്. ഡെപ്റ്റർ എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിരുന്നു, അത് ഡെബിറ്റ് ആകുമായിരുന്നു. അതെന്തായിരുന്നു, നമ്മുടെ എക്സ്പെൻസ് ആകുമായിരുന്നു. ഇത് ക്രെഡിറ്റ് ആയതുകൊണ്ടാണ് എന്ത് ഇൻകം പറയുന്നത്. ഡെബിറ്റ് ആണെങ്കിൽ അത് എക്സ്പെൻസ് ആണ്. കമ്മീഷൻ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബാങ്കിന് എന്ത് കിട്ടി, കമ്മീഷൻ കിട്ടി 50,000 രൂപ. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും എന്ന് പറയുമ്പോൾ എന്താ, അതും എന്താണ്, ഒരു അതർ ഇൻകം ആണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അതിൽ നിന്നും പ്രോഫിറ്റ് കിട്ടി. പിന്നെ ലോക്കർ റെൻറ്റ് എന്ന് പറയുമ്പോൾ ബാങ്ക് പലതരത്തിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യും. അതിലുള്ള ഒന്നാണ് എന്ത് പറയുന്നത്, ലോക്കർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ നമ്മുടെ ഗോൾഡൊക്കെ ലോക്കറിൽ സൂക്ഷിക്കുക, ബാങ്കിലാണ് ലോക്കറിലാണ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതാണ് ഈ പറയുന്ന ലോക്കർ റെൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്ര വർഷം വെച്ച് അല്ലെങ്കിൽ ഇത്ര മാസം വെച്ച് അതിന് ഇത്ര രൂപ എന്നുണ്ടായിരിക്കും. അതാണ് ഈ ലോക്കർ റെൻറ്റ്. അപ്പോൾ അവർക്ക് കിട്ടുക, അതാണ് അത് പറയുന്നത്. അതെന്താണ്, ഒരു അതർ ഇൻകം ആണ്, ഷെഡ്യൂൾ നമ്പർ 14. ഓക്കെ, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുമ്പോൾ ബാങ്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ലോൺ കൊടുക്കുമല്ലോ. അപ്പോൾ ലോണിന് പകരം എന്നല്ല, ഓരോ മാസവും ബാങ്ക് എല്ലാ കസ്റ്റമേഴ്സിൻ്റെ നിന്നും വാങ്ങിക്കുന്ന ഒരു എമൗണ്ട്, അതാണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണ്, ഒരു ഇൻകം ആണ്, ഷെഡ്യൂൾ നമ്പർ 13. പിന്നെ സൺട്രി ചാർജസ് എന്ന് പറയുമ്പോൾ എന്താ, അത് ആക്ച്വലി എന്താണ്, അതൊരു എക്സ്പെൻസ് ആണ്. അതാണ് ഷെഡ്യൂൾ നമ്പർ 16. പിന്നെ റെൻറ്റ് ആൻഡ് ടാക്സസ് എന്താണ്, അതും എക്സ്പെൻസ് ആണ്. ഇതൊക്കെ ഇന്നല്ല വരുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ വരുന്ന കേട്ടോ അതൊക്കെ. പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്താണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുമ്പോൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബാങ്കിന് കിട്ടുന്ന എമൗണ്ട്. അപ്പോൾ അതെന്താണ്, ഷെഡ്യൂൾ നമ്പർ 13 ഇൻട്രസ്റ്റ് ഏൺഡ്. അതായത് ബാങ്ക് ഏൺ ചെയ്യുന്ന ഒരു ഇൻകം ആണത്. ഓക്കെ, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, അതൊക്കെ ഷെഡ്യൂൾ നമ്പർ 13. ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ്. പിന്നെ ഓഡിറ്റ് ഫീ എന്ന് പറയുമ്പോൾ അതെന്താണ്, ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്.
ഓക്കെ, ഇത്രയും ഐറ്റംസ് ആണ് ഇതിൽ തന്നിട്ടുള്ളത്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുക, അത് നമുക്ക് ഷെഡ്യൂൾസ് വരയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഷെഡ്യൂൾ നമ്പർ 13 ഇൻട്രസ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെ ഐറ്റംസാണ് തന്നിട്ടുള്ളത്? ഓക്കെ, ആദ്യം ലോക്കർ റെൻറ്റ്, പിന്നെ സോറി ഇൻട്രസ്റ്റ് ഉണ്ടല്ല, ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ലോണ്, ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ്. ഇത്രയും 4 ഐറ്റംസ് വരും. ആ 4 ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഓക്കെ, ഈ 4 ഐറ്റംസ് ഇങ്ങോട്ട് എടുത്ത് എഴുതി, ഈ എമൗണ്ട് എടുത്ത് എഴുതി, അതെല്ലാം കൂടെ ആഡ് ചെയ്തു. എത്ര കിട്ടി? 10 lakh rupees കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്ന ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ നമ്പർ 14 അതർ ഇൻകം. അതർ ഇൻകം എന്ന് പറയുമ്പോൾ ബാക്കി ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ബാങ്കിന് ഇൻകം കിട്ടിയിട്ടുള്ളത്, അതായത് ഇൻട്രസ്റ്റ് അല്ലാണ്ട് വേറെ ഏതൊക്കെ വഴിയിലൂടെ കിട്ടിയ ഇൻകം. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് കമ്മീഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്മീഷൻ ഇവിടെ ക്രെഡിറ്റ് ആണ്. ഡെപ്റ്റർ ആണെങ്കിലാണ് ഞാൻ പറഞ്ഞത് എന്ത് എക്സ്പെൻസ്, ഇവിടെ ക്രെഡിറ്റാണ് കൊടുത്തിട്ടുള്ളത്. സോ അത് ഇൻകം ആണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പോൾ പ്രോഫിറ്റ് കിട്ടി. അതും ഷെഡ്യൂൾ നമ്പർ 40 1,15,000 1,50,000. പിന്നെ ലോക്കർ റെൻറ്റ്. ലോക്കർ റെൻറ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, മനസ്സിലായില്ല. അതായത് നമ്മൾ ബാങ്കിൽ ലോക്കറൊക്കെ അലോക്ക് സർവീസ് എന്ത് ചെയ്യും, അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ഒരു സർവീസിന് വേണ്ടി അവർ ഈടാക്കുന്ന ചാർജ്, അതാണ് ലോക്കർ റെൻറ്റ് എന്ന് പറയുന്നത്. 10,000 ഇത് പ്ലസ് ചെയ്യുക, 2,10,000 നമുക്ക് അപ്പോൾ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുക. എവിടെ ഇതാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുക. എന്നിട്ട് ഇൻകം ഹെഡിങ്, പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ട്, അതർ ഇൻകം, ഷെഡ്യൂൾ നമ്പർ 13 and 14. എന്നിട്ട് നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക. 10 lakh and 2 lakh. 2,10,000. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 12 lakh and 10,000 നമുക്ക് ടോട്ടൽ എ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇൻകം എമൗണ്ട് ആണ് ഇത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് എക്സ്പെൻസ്. എക്സ്പെൻസിൽ ഫസ്റ്റ് പറയുന്നതാണ് ഇത് ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ്. ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ് എന്ന് പറയുമ്പോൾ ബാങ്കിൽ കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ്, അതായത് എല്ലാ ബാങ്കും കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ്, അതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് പറയുന്നത്. അത് മേ ബി ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഓൺ കറണ്ട് ഡെപ്പോസിറ്റ്, കറണ്ട് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിപ്പിക്കാൻ വേണ്ടി തരും. അതൊന്നുമല്ല, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഷെഡ്യൂൾ നമ്പർ ഏതാ 15. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ് ഇവിടെ ആകെ ഏത് ഐറ്റം മാത്രമേ ഉള്ളൂ, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിനും അവരെന്ത് കൊടുത്തിട്ടില്ല, ഇൻട്രസ്റ്റോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല. സോ ഷെഡ്യൂൾ നമ്പർ 15 ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് 5 lakh ആണ് എമൗണ്ട് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഇത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇവിടെ കുറേ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. സൺട്രി ചാർജസ്, റെൻറ്റ് ആൻഡ് ടാക്സസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ ഓഡിറ്റ് ഫീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഷെഡ്യൂൾ നമ്പർ 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, സൺട്രി ചാർജസ്, റെൻറ്റ് ആൻഡ് ടാക്സസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഓഡിറ്റ് ഫീ നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ, നിങ്ങൾ കമൻറ്റ് ഒന്നും ചെയ്യുന്നില്ല. എനിക്കാണെങ്കിൽ വലിയ ദിവ്യദൃഷ്ടിയൊന്നും ഇല്ലല്ലോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എനിവേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് 31/3/2022. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം പെർട്ടിക്കുലർ കോളം, പിന്നെ ഷെഡ്യൂൾ, പിന്നെ കറൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ. ഓക്കെ, അപ്പോൾ ഈ കറൻറ്റ് ഇയറിലും പ്രീവിയസ് ഇയറിലും അതിൻ്റെ എമൗണ്ട് ആട്ടോ എഴുതേണ്ടത്. എനിവേ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം എന്ന് ഹെഡിങ് കൊടുക്കാം. ഇൻട്രസ്റ്റ് ഉണ്ട് ഷെഡ്യൂൾ നമ്പർ 13 ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവിടെ ഏതൊക്കെ എത്ര എമൗണ്ടാണ് കിട്ടിയിട്ടുള്ള 10 lakh. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതി. അതർ ഇൻകം കിട്ടിയിട്ടുള്ള എത്ര, 2,10,000. ഓക്കെ, അതർ ഇൻകം 2,10,000. ടോട്ടൽ എന്ന് പറയുന്നത് 12,10,000 rupees, 12,10,000. അതാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ടോട്ടൽ എക്സ്പെൻസ്. ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ് ഷെഡ്യൂൾ നമ്പർ 15 ആൻഡ് ഷെഡ്യൂൾ നമ്പർ 16. ഇപ്പോൾ ഷെഡ്യൂൾ നമ്പർ 15 ആയിരുന്നു ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ്, എത്ര കിട്ടി, 5 lakh കിട്ടി. പിന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിരുന്നു 1,70,000 എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ ബി. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതുക, 5,70,000 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് വേണം, നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂറിങ് ദ ഇയർ. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂറിങ് ദ ഇയർ നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ എന്ന് ടോട്ടൽ ബി മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 54,000 കിട്ടും. ഓക്കെ, 12,10,000 നിന്നും 5,40,000 കേട്ടോ. 12,10,000 നിന്നും 6,70,000 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും,
6,70,000 മൈനസ് ചെയ്താൽ 5,40,000 കിട്ടും. ഓക്കെ, 5,40,000 കിട്ടും. ഓക്കെ, നമുക്ക് 5,40,000 കിട്ടി. ഇവിടെയാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ പ്രോഫിറ്റ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്യായിരുന്നു, എഴുതായിരുന്നു. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻ കേസ് അങ്ങനെ എന്ത് ചെയ്യേണ്ട, നമ്മൾ എഴുതേണ്ട. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് എഴുതിയിട്ട് നമ്മൾ 5,40,000 തന്നെ എഴുതുക. അതല്ല പ്രീവിയസ് ഇയറിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ എഴുതായിരുന്നു. പക്ഷേ ഇവിടെ എന്ത് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ മേ ബി നിങ്ങളുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും കേട്ടോ, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെ അപ്രോപ്രിയേഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാങ്കിങ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം പ്രോഫിറ്റിൽ നിന്നും. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര, 5,40,000 ആണ്. 5,40,000 24% എന്ന് പറയുമ്പോൾ 1,35,000. അപ്രോപ്രിയേറ്റ് ട്രാൻസ്ഫേഴ്സ് ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു അതർ റിസർവ്. അപ്പോൾ 1,35,000 നമ്മൾ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയുകയാണ്, പ്രീവിയസ് ഇയറിൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ആഡ് ആക്കിയിട്ടല്ല നമ്മൾ എന്ത് കാണുന്നത്, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അക്കൗണ്ടിലേക്ക് 25% ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അതിന് നമ്മൾ കാണുക നമ്മുടെ കറൻറ്റ് ഇയറിലെ പ്രോഫിറ്റ് തന്നെ വേണം 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവ്ക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 5,40,000 നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യുക. കാരണം ഇവിടെ പ്രീവിയസ് ഇയറത്തെ പ്രോഫിറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. മേ ബി പ്രീവിയസ് ഇയറിൽ എന്തുണ്ടായിരിക്കില്ല, പ്രോഫിറ്റ് ഉണ്ടായിരിക്കില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേസായിരിക്കും. എനിവേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 25% നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ബാക്കി വരുന്ന എമൗണ്ട് നമ്മൾ ഇങ്ങോട്ട് ബാലൻസ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. ബാലൻസ് ക്യാരി ഡൗൺ ട്രാൻസ്ഫർ ടു ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇത് മൈനസ് ചെയ്യുക, 4,50,000 കിട്ടും. എന്നിട്ട് ഇത് രണ്ടും കൂടെ എന്നിട്ട് ഇതെടുത്ത് ഇങ്ങോട്ട് ചെയ്തു. ഓക്കെ, 5,40,000 കിട്ടും. ഇതാണ് എന്ത് പറയുന്നത്, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ ബാങ്കിങ് കമ്പനീസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലെങ്ത് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം, മനഃപൂർവ്വം എടുത്താൽ ഇതങ്ങ് തീരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൻ്റെ നോട്ട്സിനും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. ഞാൻ ഇതിൻ്റെയൊക്കെ നോട്ട്സിനാണ് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ, വേണ്ടവർ ചെക്കൗട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്